നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ കുട്ടികളെ മിടുക്കരാക്കി എടുക്കാൻ പറ്റുന്ന അവരിലുള്ള ചില നമ്മൾക്ക് വേണ്ടാത്ത ശീലങ്ങളെ മാറ്റിയെടുത്തിട്ട് നല്ല കുട്ടികളാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ നമ്മളിലും ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന 2-3 കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളെ ഒന്ന് ശീലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇതൊന്ന് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ പറ്റും. നമ്മുടെ തന്നെ വീഡിയോയുടെ താഴെ ഒരുപാട് അമ്മമാര് കമന്റ് ചെയ്യുന്നതാണ്, ഞാനൊരു മോശം അമ്മയാണ്, അല്ലെങ്കിൽ ഇതിൽ പറയുന്ന പോലെയല്ല ഞാൻ മോശമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആരും മോശക്കാരായിട്ടുള്ള അമ്മമാരില്ല. എല്ലാ അമ്മമാരും നല്ലവരാണ്. അവരവരുടേതായ വേയിൽ യുണീക്ക് ആയിരിക്കും ഓരോരുത്തരും. നമുക്ക് തന്നെ അറിയണ്ടാവില്ല നമ്മളിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെന്ന്. മദർഹുഡ് തന്നെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചുറ്റുപാടിൽ നിന്നാവാം, ചിലപ്പോൾ നമ്മുടെ കുട്ടികളിൽ നിന്ന് തന്നെയാവാം. അവരുടെ ഒരുപാട് പ്രവർത്തികളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പം നമുക്കറിയാം, ചില കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അമ്മമാരുടെ അടുത്ത് അല്ലെങ്കിൽ അച്ഛന്മാരുടെ അടുത്ത് അറ്റാച്ച്മെന്റ് കുറവുണ്ടാവും അവർക്ക്. നമുക്ക് അതിൽ ഭയങ്കര വിഷമം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പേരൻസിന് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അല്ലെങ്കിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും കുട്ടികൾക്ക് നമ്മളോട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹപ്രകടനം ഉണ്ടാവില്ല. അപ്പോൾ അത് മാറ്റാനും നമുക്ക് ഈ പറയുന്ന ചെറിയ ടിപ്സ് യൂസ്ഫുൾ ആവും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കുട്ടികളെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കോൺഫിഡൻസ് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്തിനും ഏതിനും അവർക്ക് കോൺഫിഡൻസ് നമ്മൾ വാരിക്കോരി കൊടുക്കുക. ചിലപ്പം നമുക്ക് തന്നെ പേടിയുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെയ്യിപ്പിക്കുന്നതിൽ നമ്മൾ അമാന്തം കാണിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ധൈര്യം ഉണ്ടാവും. ചില പേരൻസ് ഉണ്ട്, അത് ഓവർ പാമ്പറിങ് ഉള്ളവരുടെ കാര്യത്തിൽ ഇത് കുറച്ച് പുറകോട്ടായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കാതെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കുക. അപ്പൊ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിലെ കാര്യം പറയുവാണെങ്കിൽ, എൻ്റെ മോന് മൂത്തയാള് ലെഫ്റ്റ് ഹാൻഡർ ആണ്. അപ്പോൾ അവന് എന്ന് പറഞ്ഞാല് LKG പോയി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇവിടെ വെച്ചിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിപ്പിച്ച് 3 വയസ്സായപ്പോൾ തൊട്ടേ അവന് ഇഷ്ടമായിരുന്നു എഴുതാനായിട്ട്. അതുകൊണ്ട് നമ്മൾ എഴുതിപ്പിക്കുമായിരുന്നു. ദച്ചുകുട്ടിക്ക് അത്ര താല്പര്യം കാണുന്നില്ല. അതായത് ഇപ്പൊ മോളുടെ കാര്യത്തിൽ എല്ലാ കുട്ടികളും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പം ഇളയാളുടെ കാര്യത്തിൽ അത് കാണുന്നില്ല. പക്ഷെ മോൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ എഴുതിപ്പിക്കുമായിരുന്നു. അപ്പൊ അവനൊരു 2 വയസ്സൊക്കെ ആയപ്പോഴേ നമുക്കറിയായിരുന്നു കേട്ടോ അവൻ ലെഫ്റ്റ് ഹാൻഡർ ആണെന്നുള്ളത്. അപ്പോൾ ആ കൈ തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. നമുക്കറിയാം, വീടുകളിൽ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡർ ഒക്കെയാണ് കുഞ്ഞെന്നുണ്ടെങ്കിൽ അവരതിനെ നിരുത്സാഹപ്പെടുത്തും. ആ കൈ വെച്ച് ചെയ്യല്ലേ, മറ്റേ കൈ വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഗ്രാൻഡ് പേരൻസ് പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം അവന്റെ ബ്രെയിൻ എന്ത് പറയുന്നു അതാണല്ലോ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുട്ടീനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പൊ അവൻ എഴുതി സ്കൂളിൽ ചെന്ന LKG ഒക്കെ ആയ സമയത്ത് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡർ കുട്ടികൾക്ക് പെട്ടെന്ന് അങ്ങ് എഴുതി തുടങ്ങുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന കുട്ടികളുടെ ആ ഒരു സ്പീഡ് ആദ്യ സമയത്ത് പിക്കപ്പ് ചെയ്തു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇല്ലായിരിക്കും കേട്ടോ, പക്ഷെ മോന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. അവൻ ആദ്യമൊക്കെ എഴുതിയെടുക്കാനായിട്ട് അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എഴുതുക എന്ന് പറഞ്ഞാൽ എല്ലാം എഴുതും കാര്യങ്ങളൊക്കെ, പക്ഷെ കുറച്ച് സ്ലോ ആണ് ആള്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യം മനസ്സിന്റെ ഉള്ളിൽ കുറച്ച് വിഷമം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഓർത്ത് കുഴപ്പമില്ല, കാരണം അവനത് പിക്കപ്പ് ചെയ്തോളും എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളും കുഞ്ഞിനെ കണ്ടിന്യൂസ് ആയിട്ട് കോൺഫിഡൻ്റ് ആക്കി. അവൻ ചില സമയത്തൊക്കെ നമ്മുടെ അടുത്ത് വന്ന് അത് ഞാൻ എഴുതുമ്പോഴേക്കും കുറച്ച് ലേറ്റായി അല്ലെങ്കിൽ കുറച്ച് താമസിച്ചാൽ ഞാൻ സ്ലോയിൽ എഴുതിയെന്ന് പറയുമ്പം നമുക്ക് ഉള്ളിൽ വിഷമം വരുമോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുവോ, അങ്ങനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഉള്ളിൽ എന്ത് തോന്നുന്നു അത് നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് കുഞ്ഞിന്റെ അടുത്ത് നല്ലത് പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, അത് മോൻ വലുതാവും തോറും സ്പീഡ് കൂടി വരും, ഓക്കെ ആവും എന്ന് പറഞ്ഞു കൊടുത്തു ആൾക്ക്. അങ്ങനെ കഴിഞ്ഞ വർഷം UKG ആയപ്പോഴേക്കും കുറച്ചും കൂടി ആള് ബെറ്ററായി, എഴുതുന്നതിന് സ്പീഡ് ഉണ്ടായിരുന്നു. എന്നാലും കുറച്ചൊരു സ്ലോ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ആയപ്പോഴേക്കും കംപ്ലീറ്റ്ലി ഓക്കെ ആയി. എല്ലാവരും നല്ല സ്പീഡിൽ എഴുതാൻ തുടങ്ങി. കാരണം ആ പെൻസിലും പേനയൊക്കെ പിടിച്ചിട്ട് സ്പീഡായി വരണമല്ലോ അവർക്ക്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് ആള് ഓക്കെ ആയി ഇപ്പം. എന്ന് മാത്രമല്ല നല്ല സൂപ്പർ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുകയും ചെയ്യും കേട്ടോ. മലയാളമൊക്കെ നല്ല വൃത്തിക്ക് എഴുതും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ 4 പേരും, കുട്ടികൾ 2 പേരും ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഉണ്ണി അവൻ അന്നേരം എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നേ, എന്തോ എഴുതിക്കൊണ്ട് ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്കും ആളെ എഴുതുക. അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ണിയുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടോ, മലയാളം ഭയങ്കര ഭംഗിയായിട്ട് അവൻ എഴുതുന്നുണ്ട്. ഞാനൊക്കെ എത്രയോ മുകളിലെ ക്ലാസ്സിൽ എത്തിയതിന് ശേഷമായിരുന്നു ഇത്രയൊക്കെ വൃത്തിയായിട്ട് എഴുതി തുടങ്ങിയത്. അവൻ നല്ല വൃത്തിക്ക് എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുട്ടികൾ കേൾക്കെ നമ്മൾ 2 പേരും അങ്ങനെ സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുവാണത്.
അപ്പം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് കുഞ്ഞുങ്ങളോട് സംസാരിക്കാം. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കോൺഫിഡൻസ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക എന്ന് പറയും. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഇപ്പം നമ്മളോട് കുട്ടികൾക്ക് സ്നേഹം കുറവാണ് എന്നൊക്കെ നമ്മൾക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യമുണ്ട്. കുട്ടികളിൽ ഡൗട്ട് ചെയ്യാൻ പാടില്ല. അതായത് തീരെ ചെറുതായിരിക്കുമ്പം ഉള്ളതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ വലുതായി വരുന്തോറും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളെ എന്തിനും ഏതിനും സംശയിക്കുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. അല്ലെങ്കിൽ എന്ത് പറയുമ്പോഴും ഒരു വിശ്വാസ്യത കുറവ് അത് നമ്മളിലുണ്ടെങ്കിലും കുഞ്ഞുങ്ങളിലേക്ക് ഒട്ടും അത് പ്രകടമാക്കരുത് നമ്മൾ. കാരണം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് തന്നെ നമ്മളോടുള്ള ഒരു വിശ്വാസമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളോട് അടുക്കുന്നതിന് പകരം നമ്മളോട് അകലുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞുങ്ങളിൽ വിശ്വാസ്യക്കുറവ് കാണിക്കരുത്, അത് ഡൗട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉള്ളതിനെ പ്രശംസിക്കാനായിട്ട്, അതായത് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ള കാര്യം കുഞ്ഞുങ്ങളെയും കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. വളരെ ചെറുതിലെ പഠിപ്പിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതും ആവശ്യപ്പെടുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. കാരണം അവരെല്ലാത്തിനോടും എക്സ്പോസ്ഡ് ആവുന്നു, എല്ലാ സാധനങ്ങളും അവർ ഏതെങ്കിലുമൊക്കെ വഴിക്ക് കാണുന്നുണ്ട്. അപ്പം അത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു കുട്ടികളുണ്ട്. അപ്പം നമ്മൾ അത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികൾക്കൊരു ശീലമായി പോകും. എന്നാൽ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുമ്പം കുട്ടികൾ ചിലപ്പം നമ്മുടെ അടുത്ത് നിന്ന് അകലും, അല്ലെങ്കിൽ നമ്മളോട് അവർക്കൊരു ഇഷ്ടക്കുറവ് കാണിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഉള്ളതിന് നന്ദി പറയാൻ പഠിപ്പിച്ചിട്ട് ഇതുപോലും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതുപോലും ഇല്ലാത്ത ആളുകളെ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. വളരെ പാവപ്പെട്ട കുട്ടികളുണ്ടാവും, ഒന്നും വാങ്ങിക്കാനോ പഠിക്കാനായിട്ടുള്ള ബുക്കോ പുസ്തകമോ അല്ലെങ്കിൽ ടോയ്സോ ഒന്നും വാങ്ങിക്കാനുള്ള കഴിവില്ലാത്ത കുട്ടികളുണ്ടാവും. അതുപോലെ ഭക്ഷണത്തിന് പറ്റാത്ത കുട്ടികളുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ഒരു മനസ്സിലാകുന്ന പ്രായമായി കഴിഞ്ഞാൽ അവരുടെ തലയിലേക്ക് അത് കയറും. പിന്നെ നമ്മളിത് ശീലമാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് കുറയും. ഇവിടെ അവൻ നല്ല രീതിയിൽ നമ്മളോട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് കുറയും കേട്ടോ. ഞാൻ പറയാം, ഫുഡിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വൈകുന്നേരമൊക്കെ ആവാൻ നേരം മോൻ എന്താ കഴിക്കാൻ വേണ്ടത് അല്ലെങ്കിൽ ഉണ്ണിക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾ പറയും എന്തെങ്കിലും മതി അമ്മേ, എന്നാ ഉള്ളതെന്നാ അത് തന്നാൽ മതി. അങ്ങനെ എനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യുന്നില്ല. നമ്മളും അങ്ങനെ കൊടുക്കുള്ളൂ, അത് വേറെ കാര്യം, വീട്ടിലുള്ളതല്ലാതെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കുട്ടികൾ പറയുന്നത് നോക്കി ടൈം ടേബിൾ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ എന്തുണ്ടാക്കുന്നു അത് കുട്ടികൾക്കും കൊടുക്കുന്നു, അങ്ങനെയാണ്. പക്ഷെ അത് അങ്ങനെ പറയിപ്പിക്കാനായിട്ട് നമ്മൾ ശീലിപ്പിച്ചെടുക്കണം കുട്ടികളെ. അതും എന്താണ് അവരുടേതായ ഒരു നാക്കിൽ പറഞ്ഞു കൊടുക്കണം. അതായത് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് നീ ആവശ്യപ്പെടുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും മോനെ നമ്മൾ ഇന്ന് ഇതാണ് ഉണ്ടാക്കിയേക്കണത്, നമുക്ക് അടുത്ത ദിവസം അമ്മയ്ക്ക് സമയമുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിയുമ്പം ആ പറയുന്ന സാധനം ഉണ്ടാക്കി തരാം, ഇന്ന് നമുക്ക് ഉള്ളത് കഴിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരു മയത്തിലൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്നതിനേക്കാളും 100 ഇരട്ടി ഫലം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് നമ്മൾ ശീലിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ ശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ട ഒരു കാര്യം. അടുത്തതായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കുട്ടികളെ കൂടി എൻഗേജ്ഡ് ആക്കുക. അത് കുക്കിംഗ് ആയിക്കോട്ടെ, ക്ലീനിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്നതോ പഠിക്കുന്നതോ അല്ലെ പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, അങ്ങനെ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതായിക്കോട്ടെ, എന്ത് കാര്യം തന്നെയായാലും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അവരെയും കൂടെ ഇരുത്തി അവർക്കും ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ വോയിസും അവിടെ പറയാനായിട്ടുള്ള ഒരു ചാൻസ് കൊടുത്ത് അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ കുട്ടികൾക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ ഞാൻ ഇവിടെ വലിയൊരാളാണ് എന്നുള്ള ഒരു ചിന്ത കുഞ്ഞുങ്ങളുടെ മനസ്സിലും വരും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അവർക്ക് ഒരു ദിവസം പുറത്ത് പോകുമ്പോൾ ഏത് ഡ്രസ്സാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ, ഓക്കെ ഇതാണ് മോൻ ഇഷ്ടമെങ്കിൽ നീ ഇതിട്ടോളൂ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ അവരുടെ ഇഷ്ടത്തിന് വിടാം. അതുപോലെ തന്നെ നമ്മൾ ക്ലീനിങ് ചെയ്യുമ്പോഴോ കുക്കിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തുണി കഴുകുമ്പോഴായിക്കോട്ടെ, എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരെയും കൂടെ കൂട്ടുക. എന്നിട്ട് നമുക്കറിയാം കുക്കിംഗ് ഒക്കെ മിക്ക കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും. അപ്പം നമ്മൾ അമ്മമാർക്ക് അവർ അടുക്കള വന്നു കഴിഞ്ഞാൽ ഫുൾ മെസ്സി ആക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടൈമും കുറേ വേസ്റ്റ് ആവും എന്നുള്ളതുകൊണ്ട് അമ്മമാർ മിക്കവരും ഓടിച്ചു വിടാൻ സാധ്യതയുണ്ട് കുട്ടികളെ. അപ്പം നമുക്ക് സമയമുള്ള സമയത്ത് കുട്ടികളെ കൂടെ കൂട്ടി കുക്ക് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ചെറുപ്പം തൊട്ടേ തന്നെ അവനവൻ്റെ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളെങ്കിലും കുക്ക് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. അപ്പം അതുകൊണ്ടും പിന്നെ അവർക്ക് ഈ പറയുന്ന
പറയുന്ന നമ്മുടെ വീട്ടിലെ അവരുടെ ഇമ്പോർട്ടൻസ്, അവരുടെ റോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനും അവരെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ജെൻഡർ ഡിഫറൻസ് ഒന്നും വെക്കേണ്ട കാര്യമില്ല. ബോയ് ആയിക്കോട്ടെ ഗേൾ ആയിക്കോട്ടെ, നമ്മുടെ കുട്ടി ഏതാണെങ്കിലും. പിന്നെ എന്താന്ന് വെച്ചാൽ വലുതായി വരുന്തോറും ചിലപ്പം ചില വീടുകളിലെങ്കിലും ഒരു പ്രവണതയുണ്ട്, ബോയ്സിനെ പതുക്കെ പിന്നിലോട്ട് വലിച്ചിട്ട് പെൺകുട്ടികളെ മാത്രം വീട്ടിലെ ജോലികൾ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് കുട്ടികളെയും നമ്മൾ ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. കാരണം ഒരിക്കലും അവരുടെ മൈൻഡിൽ ഉണ്ടാവാൻ പാടില്ല ഇത് ഇന്നയാൾ ചെയ്യേണ്ട ജോലിയാണ്, ഇത് ഞാൻ ചെയ്യേണ്ട ജോലിയാണ് എന്നുള്ള. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചെറുപ്പം തൊട്ടേ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ശീലിക്കും എന്നത് മാത്രമല്ല, അവർക്ക് നല്ല ക്ഷമയുണ്ടാവാനും കുട്ടികളുടെ ജീവിതം കുറച്ചും കൂടി അടുക്കും ചിട്ടയുള്ളതാവാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ കൂടത്തിൽ കൂടി അവർ കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മളോട് കുറച്ചും കൂടി അവർ അടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളോട് കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് കൂടും, ഇന്റിമസി കൂടും. നമ്മളോട് കുഞ്ഞുങ്ങൾ എത്രമാത്രം അടുക്കുന്നോ അത്രയും കുഞ്ഞുങ്ങൾ നമ്മളോട് ഓപ്പൺ അപ്പ് ആവും. അപ്പം നമുക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് കോമഡി പറയാം. കോമഡി എന്ന് പറഞ്ഞാൽ വലിയ കോമഡി ഒന്നും വേണ്ട, നമ്മൾ വീട്ടിൽ എന്ത് തമാശയാണോ പറയുന്നത് അത് കുട്ടികൾക്കും കൂടി മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ഒരു ലാംഗ്വേജിലേക്ക് നമ്മൾ താഴ്ന്നിട്ട് വേണം സംസാരിക്കാനായിട്ട്. അപ്പൊ അവർക്കും ചിരിക്കാം, അല്ലെങ്കിൽ അവർക്കും നമ്മുടെ കൂടെ എൻജോയ് ചെയ്യാം. അങ്ങനെ നമ്മൾ എല്ലാ രീതിയിലും കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീട്ടിൽ ഈക്വൽ റോള് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് വളരെയധികം ഓപ്പൺ അപ്പ് ആവാനും അതുപോലെ തന്നെ നല്ലൊരു ബെറ്റർ ഹ്യൂമൻ ആവാനും കുഞ്ഞുങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറേ പേരെങ്കിലും ഇതെല്ലാം ചെയ്തു പോരുന്നതായിരിക്കും. ഇനി ഇൻ കേസ് നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചോളൂ. നല്ല ചേഞ്ചസ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.